അക്രമങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ പ്രോത്സാഹനം നൽകുകയാണെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA. അക്രമകാരികളെ പാർട്ടിയും സർക്കാരും സംരക്ഷിക്കുകയാണെന്നും അക്രമങ്ങളെയും അന്യായങ്ങളെയും UDF പ്രവർത്തകർ ചെറുക്കുന്നതിന് ജനങ്ങൾ നൽകിയ പിന്തുണയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മമ്പറത്ത് വെച്ച് മർദ്ദനമേറ്റ കോൺഗ്രസ് പ്രാദേശിക നേതാവ് P. നരേന്ദ്രബാബുവിനെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് അക്രമങ്ങൾ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി നടത്തി. അതിൻ്റെ ഏറ്റവും വലിയ അനുഭവങ്ങളുണ്ടായത് മുഖ്യമന്ത്രിയുടെ സ്വന്തം പഞ്ചായത്തിൽ തന്നെയാണ്. ഈ നരേന്ദ്രബാബു മാസ്റ്റർ അദ്ദേഹം ബൂത്ത് ഏജൻ്റായിട്ട് പ്രവർത്തിച്ചു. ഈ വാർഡിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചു, സമീപ വാർഡുകളിൽ വിജയിച്ചു. അതിൻ്റെ വിരോധം തീർത്തത് ബൂത്ത് ഏജൻറ്റിനെ ആക്രമിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ കയറി മുഖംമൂടി ധരിച്ചവരും അറിയുന്നവരും അറിയാത്തവരുമായ പ്രതികളാണ് ഈ അക്രമം നടത്തിയത്. അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അവരെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതരായി. മുഖ്യമന്ത്രിയുടെ നാട്ടിൽ തന്നെ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബോംബ് പൊട്ടിയൊരു CPM പ്രവർത്തകന് പരിക്കേറ്റിട്ടുള്ളത്. കൈപ്പത്തി നഷ്ടപ്പെട്ടു. അത് പടക്കം പൊട്ടിച്ചതല്ല, എല്ലാവർക്കും അറിയാം. ഒരു പടക്കം പൊട്ടിച്ചാൽ അവിടെ നിന്ന് പടക്കം പൊട്ടിക്കേണ്ട ആവശ്യമില്ല. പടക്കം പൊട്ടിക്കുന്ന എവിടെയാണ്? ഒരു പൊതുസ്ഥലത്ത് നിർമ്മിക്കുകയായിരുന്നു ബോംബ്. ഒരു സ്വകാര്യ സ്ഥലത്ത് ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അത് കണ്ണൂർ ജില്ലയിൽ ഒറ്റപ്പെട്ട സംഭവമല്ല, നിരവധി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കാപ്പ കേസിലെ പ്രതിയാണ്, കോൺഗ്രസ് ഓഫീസ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച കേസിലെ പ്രതിയാണ് ഇന്നിപ്പം ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി പരിക്ക് പറ്റിയ ആ ചെറുപ്പക്കാരൻ. അപ്പോൾ ഈ അക്രമങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ പ്രോത്സാഹനം നൽകുകയാണ്. അക്രമകാരികളെ പാർട്ടിയും ഗവൺമെൻറ്റും സംരക്ഷിക്കുകയാണ്. ശബരിമലയിലെ കള്ളന്മാരെ മാത്രമല്ല, ഇങ്ങനത്തെ ക്രിമിനലുകളെയും മാർക്സിസ്റ്റ് പാർട്ടിയും ഗവൺമെൻറ്റും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ജനങ്ങളുടെ പ്രതിഷേധം അതിശക്തമാണ്. ഈ അതിക്രമങ്ങളെയും അന്യായങ്ങളെയും ചെറുത്തും ഇവിടുത്തെ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തെളിയിച്ചിട്ടുള്ളത്. പിണറായി വെണ്ടുട്ടായി കനാൽക്കരയിൽ പടക്കം പൊട്ടി യുവാവിന് പരിക്കേറ്റ സംഭവം കെട്ടുപടക്കമാണ് പൊട്ടിയതെന്ന EP ജയരാജൻ്റെ പ്രസ്താവനയോടുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു. അത് പണ്ട് P. ജയരാജൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് പടക്കം പൊട്ടിയായിരുന്നു. അന്നേരം ആദ്യം പറഞ്ഞത് എന്താണ്? ഇത് വിഷുവിന് പടക്കം കലിങ്ങിൻ്റെ അടിയിലിരുന്നാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ നയനാരുള്ളപ്പം തന്നെ, നയനാർ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ കേസെടുത്തു. അപ്പോൾ EP ജയരാജൻ്റെ വാക്കിന് മറുപടി പറയുന്നത് ശരിയല്ല. P. ജയരാജൻ്റെ അനുഭവം ഓർത്താൽ മതി. ബുധനാഴ്ച വൈകുന്നേരമാണ് സണ്ണി ജോസഫ് MLA നരേന്ദ്രബാബുവിനെ സന്ദർശിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് നരേന്ദ്രബാബുവിൻ്റെ ഉടമസ്ഥതയിൽ മമ്പറം ടൗണിലെ ഓൺലൈൻ ജനസേവന കേന്ദ്രത്തിലെ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ ഒരു സംഘം അടിച്ചു തകർക്കുകയും നരേന്ദ്രബാബുവിനെ മർദ്ദിക്കുകയും ചെയ്തത്. തടയാനെത്തിയ വേങ്ങാട് പഞ്ചായത്ത് 16-ാം വാർഡ് സ്ഥാനാർത്ഥി T. ഷീനയ്ക്കും മർദ്ദനമേറ്റിരുന്നു. ഷീനയെയും KPCC പ്രസിഡന്റ് സന്ദർശിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.